2 കൊല്ലം പാല് തന്ന് വളർത്തിയ നമ്മളമ്മമാരെക്കാളും വലിയൊരു സ്നേഹം നമുക്ക് നിബിധങ്ങളോടുണ്ടോ? നമ്മൾ കളിപ്പിക്കുന്ന പൂമ്പാറ്റകളെ പോലെ ഓടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചു മക്കള്, ആ മക്കളെക്കാളും വലിയ സ്നേഹമൊക്കെ ഇപ്പോൾ നമുക്ക് നിബിധങ്ങളോടുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട ഭാര്യമാര്, ഭർത്താക്കന്മാര്, സഹോദരങ്ങൾ, അവരെക്കാളൊക്കെ വലിയ ഇഷ്ടം നമുക്ക് നിബിധങ്ങളോടുണ്ടോ? നമ്മൾ ശരിക്കൊന്ന് പുനർവിചിന്തനം നടത്തണം. ആ ഒരു മഹബത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ പറയുന്നു മാത്രം. ഖുർആൻ പറയുന്നത് തൗബ സൂറത്ത് 24-ാമത്തെ ആയത്തിൽ അല്ലാഹു എടുത്തു പറയുന്നുണ്ട്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തറളൗനഹാ أحب إليكم من الله ورسوله فتربصوا حتى يأتي الله بأمره. ഇത്ര മനോഹരമായിട്ട് പറയാൻ പറഞ്ഞത്, നിങ്ങളെ ബാപ്പാര്, ഉമ്മാര്, ആങ്ങളാര്, പെങ്ങന്മാര്, മക്കള്, നിങ്ങളെ പെണ്ണുങ്ങൾ, നിങ്ങളെ പുതിയാപ്പിളാര്, നിങ്ങളെ സ്വത്ത്, നിങ്ങളെ പോര, നിങ്ങളെ കച്ചവടം, ഇതിനേക്കാളൊക്കെ നിബിധങ്ങളോടായിരിക്കണം നിങ്ങൾക്ക് മഹബത്ത്. അങ്ങനെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപം നിങ്ങൾക്ക് വരും. അള്ളാഹ് കൃത്യമായിട്ട് പറയാം. അള്ളാഹ് പറഞ്ഞ എന്താ സംശയം? എന്നിട്ട് ഇപ്പൊ നമുക്ക് നമ്മളെ കുട്ടികളെക്കാളും പെണ്ണുങ്ങളെക്കാളൊക്കെ നിബിധങ്ങളുണ്ടോ? നിങ്ങളെ ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും മാതാപിതാക്കളെക്കാളും ഒക്കെ നിങ്ങളിലേക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ആളാകണം, അപ്പോഴേ നിങ്ങൾ മുഅ്മിനാകുന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, ലാ യുമിനു അഹദുക്കും, അത് എല്ലാവർക്കും മനപ്പാടാ. പക്ഷെ നമ്മളും നിബിധങ്ങൾ എവിടെ നിൽക്കുന്നത്? അതിനെ കാരണം നിബിധങ്ങളെ വേണ്ട വിധം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ റബീഉൽ അവ്വൽ കഴിഞ്ഞു. പല ആൾക്കാർക്കും നിബിധങ്ങളുടെ വിമോചകനാണ്, ചില ആൾക്കാർക്ക് വിപ്ലവകാരി, ചില ആൾക്കാർക്ക് തൊഴിലാളി വർഗത്തിന്റെ നേതാവ്, ചില ആളുകൾക്ക് ജീവനോടെ കുഴിച്ച് മൂടപ്പെടുന്ന പെൺകുട്ടികൾക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്ത സ്ത്രീവർഗത്തിന്റെ നേതാവ്, ചില ആളുകൾക്ക് വിയർപ്പ് വെട്ടുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് വേതനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച നേതാവ് എന്നൊക്കെയാണ് നിബിധങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഹബീബായ മുത്ത് നിബിധങ്ങളുടെ യാഥാർത്ഥ്യത്തെ പറ്റി ഇപ്പോഴും നമ്മൾ പോലും മനസ്സിലാക്കുന്നില്ല. പണ്ട് കണ്ണ് കാണാത്ത അന്ധന്മാരെ പഠിപ്പിക്കുന്ന അന്ധവിദ്യാലയത്തിലെ കണ്ണുപൊട്ടന്മാര് അവർക്ക് എങ്ങനെയാണ് ആനാകുന്നത് തൊട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആനനെ കാണാൻ കൊണ്ടുപോയി. കണ്ണുപൊട്ടന്മാരായ അന്ധവിദ്യാലയത്തിലെ ചില ആൾക്കാർ ആനനെ കാണാൻ കൊണ്ടുപോയപ്പോ അവരെന്ത് ചെയ്തു? ആനന്റെ പള്ളം അങ്ങനെ തൊട്ടു നോക്കി ചില കണ്ണുപൊട്ടന്മാര്. എന്നിട്ട് അവര് പറഞ്ഞു, ആന എന്ന് പറഞ്ഞാൽ വലിയൊരു പാറ പോലെയാണ്. ചില അന്ധന്മാര് ആനന്റെ വാര് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ആന എന്ന് പറഞ്ഞാൽ ചൂര് പോലെയാണ്. ചില ആൾക്കാർ ആനന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, ആന എന്ന് പറഞ്ഞാൽ വലിയ ഒരു തൂണ് പോലെയാണ്. ആനന്റെ വീശുന്ന ആ ചിറക്, വീശുന്ന ചെവി പിടിച്ചിട്ട് ചില കണ്ണുട്ടന്മാരെ പറഞ്ഞു, ആന എന്ന് പറഞ്ഞാൽ വലിയ മുറം പോലെയാണ്. ഇങ്ങനെ പല പോലത്തെ കണ്ണപുട്ടന്മാർക്ക് ആനനെ മനസ്സിലായത്. അവർ സ്കൂളിലേക്ക് തിരിച്ചു വന്നപ്പോൾ സ്കൂൾ അധ്യാപകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആനനെ കാണാൻ പോയിട്ട്, ആനനെ അനുഭവിക്കാൻ പോയിട്ട് എങ്ങനെയുണ്ട് ആന? ചില ആൾക്കാർ പറഞ്ഞു, ആന തൂണ് പോലെയാണ്. ചില ആൾക്കാർ പറഞ്ഞു, ആന ചൂട് പോലെയാണ്. ചില ആൾക്കാർ പറഞ്ഞു, ആന പാറ പോലെയാണ്. ചില ആൾക്കാർ പറഞ്ഞു, ആന മുറം പോലെയാണ്. എന്തിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞറിയോ? മുജാഹിദീങ്ങൾക്ക് റസൂലുള്ള ഒരു വേറെ കോലത്തിലാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് റസൂലുള്ള വേറെ കോലത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് എന്താ? റസൂൽ ഒരു വലിയ രാഷ്ട്രതന്ത്രജ്ഞൻ, നിയമവിദഗ്ധൻ, ഒരു നിയമജ്ഞൻ, രാഷ്ട്ര നേതാവ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് റസൂലുള്ള. മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂൽ എന്ന് പറഞ്ഞാല് എന്താ അറിയോ? അള്ളാഹനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന ആള്. അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കണം, രോഗികളെ സന്ദർശിക്കണം, അടിമകൾക്ക് മോചനം കൊടുക്കണം, ഇത് പഠിപ്പിക്കാൻ വന്ന ആൾ. ഇങ്ങനെ അവര് പരിചയപ്പെടുത്തുള്ളൂ. എന്നാൽ സുന്നികളായ ആളുകൾക്കും പല കോലത്തിലാണ്. റബീഉൽ അവ്വൽ വരുമ്പോൾ റസൂലുള്ളാഹിനെ ഇങ്ങനെ മാത്രമേ പരിചയപ്പെടുത്തൂ. സത്യം പറഞ്ഞാൽ മൻഖൂസും മൗലൂദ് ഹസാണല്ലോ. ഒന്നാമത്തെ ഹദീസ് എന്താ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയുൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ്. ചുരുങ്ങിയത് ഈ രീതിക്കെങ്കിലും സുന്നികളായി നമ്മൾ റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? അല്ലാഹു പ്രപഞ്ചത്തെ പടക്കുന്നതിന് മുമ്പ് ആദ്യം പടച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൂഹിനെയാണ്. അവിടുത്തെ ഒളിവാണ്. അതായത് ക്രിസ്ത്യാനികൾക്ക് പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ബൈബിൾ ഉൽപ്പത്തി പുസ്തകം. എന്തായാലും പറഞ്ഞറിയോ? ആദ്യം ഒന്നും ഇല്ലായിരുന്നു, പിന്നെ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു. ഇതാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം. ആദ്യം അള്ളാഹു പടച്ചത് ആകാശമാണ്. എന്താ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്? ആദിയിൽ ഒന്നും ഇല്ലായിരുന്നു, പിന്നെ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു.
പക്ഷെ സുന്നിയാളായി നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ വിശ്വാസം, ഇസ്ലാമിന്റെ വിശ്വാസം, അള്ളാഹു ആദ്യം പടച്ചതെന്താ? മുസ്നദ് ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് കാണാൻ പറ്റും. ജാബിർ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ്, നബി തങ്ങളോട് ചോദിച്ചു, നബിയെ മാ ഹുവ അവ്വലു ഖൽഖ്, ആദ്യം സൃഷ്ടിച്ചതെന്താ? നബി തങ്ങൾ പറഞ്ഞു, ആദ്യം സൃഷ്ടിച്ചത് ഹുവ നൂറു നബിയിക, എന്റെ നൂറാണ്. ലോകത്ത് ആദ്യത്തെ സൃഷ്ടി റസൂലുള്ളാഹിന്റെ നൂറാണ്. നൂറ് എന്ന പ്രകാശം, ഈ ബൾബിന്റെ പ്രകാശം അല്ല കേട്ടോ, അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പരിഭാഷ പറഞ്ഞതേ ഉള്ളൂ. പ്രകാശം എന്നല്ല, റസൂലുള്ളാഹിന്റെ ഒളിവ്, അവിടുത്തെ റൂഹ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണോ? ആദ്യ കണം, അതിനാണ് ആദ്യം പടച്ചത്. അങ്ങനെ മനസ്സിലാക്കണം മുത്തനബിതങ്ങളെ. അതെന്നാണ് ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും ആകാശവും വെള്ളവും തീയും കാറ്റും അതുപോലെ തന്നെ മനുഷ്യനും ജീവജാലങ്ങളും ജീവനില്ലാത്തതും സകല വസ്തുക്കളും അതിൽ നിന്ന് വന്നതാണ്.